Assalamualaikum. Welcome to Mehri's Diaries. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നൊരു ഈദ് വ്ളോഗിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ലണ്ടനിൽ പോകാൻ വേണ്ടി പെരുന്നാളിൻ്റെ തലേദിവസമാണിത്. ലണ്ടനിൽ പോകാൻ ടാക്സി വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുന്നു. അതിൻ്റെ സന്തോഷം കണ്ട. നാഷണൽ എക്സ്പ്രസ്സിലാണ് ഇരിക്കുന്നെങ്കിൽ എന്തോ എമിറേറ്റ്സിലിരുന്ന് ഗെറ്റപ്പിലാണ് ഫാത്തിൻ്റെ ഇരുത്തം. ഐപാഡെല്ലാം വെച്ച് ഫുൾ സെറ്റായി ഞങ്ങൾ യാത്ര പോകാൻ വേണ്ടി റെഡിയായി ഗൈസ്. എൻ്റെ ബാഗ് കണ്ട് നെട്ടരുത്, നോമ്പല്ലേ, നോമ്പ് തുറക്കേണ്ട സാധനമെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ നമുക്ക് ലണ്ടൻ യാത്ര. എൻ്റെ മുച്ചുനെ കണ്ടാണ് സൈഡിൽ. പിന്നെ ഇപ്രാവശ്യം അധികം റോഡ് വ്യൂ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം കോവൻട്രി ടു ലണ്ടനുള്ള ഒരു റോഡ് ട്രിപ്പ്, ഒരു സഞ്ചാരം, എൻ്റെ യാത്ര ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഔട്ടർ ബ്യൂട്ടി ഒന്നും കാണിക്കാനില്ല. എന്നാലും ഒരു ഈവനിങ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്നു. മാറ്റാണ്ട് ഫുള്ള് കഥ കുറച്ചിലാണ്. ഇത് നോക്കുന്നെങ്കിൽ കൂടി അവിടെ ബേബീനെ കാണുന്നതും അതും ഇതല്ല. ഇതിൽ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്നു, കഴിക്കാനുള്ളതുണ്ട്. അങ്ങനെ ബസ്സും തന്നെ നോമ്പ് തുറക്കുകയാണ് ഗൈസ്. അവിടെ പോയിട്ട് എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്നില്ല, പ്ലാനൊന്നുമില്ല. എന്നാൽ ആ സെൻട്രൽ മോസ്കിൽ പോയിട്ടൊരു പെരുന്നാൾ നിസ്കരിക്കണം. അതാണ് ഫസ്റ്റത്തെ മെയിൻ പ്ലാൻ. ഇത് കോവൻട്രി ടു ലണ്ടൻ പോകുമ്പോൾ എപ്പോഴും ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കധികം കിട്ടുന്ന സ്റ്റോപ്പ് ഹീത്രോ തന്നെ. ഇപ്പോൾ ഹീത്രോ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഞാൻ. അല്ലെങ്കിൽ കുറച്ച് ഇർട്ടായില്ല, ഇത് കുറച്ച് ലൈറ്റിൽ കാണാമല്ലോ എല്ലാവരും. അങ്ങനെ ബാത്തുവിൻ്റെ മാസിപ്പാട്ടെല്ലാം പാടിപ്പാടി ഞങ്ങൾ വിക്ടോറിയ ബസ് സ്റ്റേഷനിൽ എത്താനായിട്ട് ഷെജു ആഷിയോ അങ്ങോട്ട് വരും. എന്നിട്ട് അതേ ബസ്സിൽ തന്നെ അവർ ടൗണിലുണ്ട്. അപ്പോൾ അതേ ബസ്സിൽ തന്നെ കയറിയിട്ട് ഒന്നിച്ച് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുച്ചുവിനെ തള്ളു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി, അവർ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി നാളെ പെരുന്നാൾക്ക് കാണാം. ടാമ്പ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മൾ സെൻട്രൽ മോസ്ക് പോകാൻ എല്ലാവരും സ്റ്റേഷനിലെത്തി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ റെഡിയായി, വളരെ നേരത്തെ റെഡിയായി ഇറങ്ങാൻ പറ്റാനുള്ള കഴിവുള്ളതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വളരെ ഓട്ടത്തിലായിരുന്നു. എല്ലാവരും പെരുന്നാൻ്റെ കുപ്പാച്ചിലിട്ട് ട്രെയിൻ വെയിറ്റ് ആക്കി നിൽക്കുന്നത്. എന്നിട്ട് ആടെ മറ്റേ നമ്മളെ ക്ലാപ്പാം ജംഗ്ഷൻ സ്റ്റേഷനിലെത്തിയിട്ട് സ്റ്റേഷനിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിന് കേട്ടോ. മറ്റേ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുങ്ങുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആദ്യത്തെ സ്റ്റേഷനാ ലോകത്തിലെ ഫസ്റ്റ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷൻ എത്തുമ്പോൾ അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ പറയുമ്പോഴാണ് അറിഞ്ഞത്. ഇതാണ് വേൾഡ്സ് ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, മെട്രോ സ്റ്റേഷൻ. ഇത് 1863 ഫോം ആക്കിയത് എന്നാണ് ആശി പറഞ്ഞത്. അപ്പോൾ അത്രയും ഓൾഡസ്റ്റ്. ഫസ്റ്റ് വേൾഡിൽ തന്നെ ആദ്യമായിട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ വന്നത് ഇതാ പോലും. ആക്കിയിട്ട് ഇപ്പോൾ അതേപോലെ തന്നെ ഉണ്ട്. നല്ല ടൈം ശേഷം അതൊക്കെ ഡെവലപ്മെൻ്റ് എല്ലാം ആക്കിയിട്ടുണ്ട്. പണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരുന്നു. ഇതാണ് എൻ്റെ അണ്ടർഗ്രൗണ്ട് കേട്ടോ. ഇപ്പം അതിനപ്പുറം കുറച്ച് നല്ല ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇങ്ങനെ ബിറ്റ്സ് എടുത്തതാണ്. ബേക്കർ സ്ട്രീറ്റ്.
അതാണ് നമ്മൾ സെൻട്രൽ മോസ്കിൻ്റെ നടന്നുകൊണ്ട് വരുമ്പോൾ ഒരു കുറച്ച് ദൂരത്തിൻ്റെ കാണുന്ന വ്യൂ കേട്ടോ. ആഷ് പറഞ്ഞതല്ലാണ്, ഞാൻ ആദ്യമായിട്ടാണ് സെൻട്രൽ മോസ്ക്, ഞങ്ങൾ മിച്ചും ആദ്യമായിട്ടാണ് സെൻട്രൽ മോസ്ക് കാണുന്നത്. അത്യാവശ്യത്തിലധികം നടക്കാനുണ്ടായി. നമ്മൾ വേറൊരു ഫ്രണ്ടിനെ കിട്ടി, അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായി. നല്ല റഷാണ് അവിടെ. 9, 10, 11, 12 മണി എല്ലാ 1 മണിക്കൂറിലും പെരുന്നാൾ നിസ്കാരമുണ്ട്. എന്തായാലും ഉള്ളിലൊന്നും നിസ്കാരം കിട്ടാൻ തോന്നുന്നില്ല, തിരക്ക് കണ്ടിട്ട് പുറത്തെവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പള്ളീൻ്റെ ഉള്ളിലൊന്നും കാണിക്കാൻ പറ്റുമോയെന്നും അറിയില്ല. നമ്മൾ സെൻട്രൽ മോസ്കിനില്ലേ റീജൻസ് പാർക്ക് മോസ്ക് എന്നും കൂടി പേരുണ്ട്. കാരണം ഈ മോസ്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഉള്ള പാർക്കിൻ്റെ പേരാണ് ഈ റീജൻസ് പാർക്ക്. സെൻട്രൽ മോസ്ക് കാണാൻ പോകുന്ന എല്ലാവരും ഈ പാർക്കും കൂടി വിസിറ്റ് ചെയ്തിട്ടാണ് വരല്. പിന്നെ ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 1900 പാർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടായി. ബട്ട് 1977 അറ്റ് ലാസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ആയത്. നല്ല രസമായിരുന്നു. നമ്മൾ വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ പണ്ടല്ല ഇങ്ങനെ തൊട്ടാവുള്ള മുറിയും മുട്ടിയാവുള്ള മുറിയെന്നെല്ലാം പറയില്ലേ. ഞാനിങ്ങനെ ജസ്റ്റ് കുപ്പായ മുട്ടിയിട്ടുള്ള മുറി എന്നാണ് പണ്ട് വിചാരിച്ചുകൊണ്ടായി. പിന്നെ എപ്പോഴും ഒരിക്കലും എൻ്റെ ചാച്ച എന്തോ പറയുമ്പോൾ തൊഴി തമ്മിൽ ചേർന്നാലാണ് ഓതും മുട്ടിപ്പോയി കാണും ഉള്ള മുറിയിൽ. വെറുതെ ഒരു കുപ്പായത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടിപ്പോയി കാണും മുറിയിൽ. അങ്ങനെയെങ്കിലും എല്ലാം നമ്മൾ അജ്ജിനെല്ലാം പോയിട്ടാണ് എന്താണ് ശരിക്കും. ഇപ്പോഴാണ് നമ്മളിങ്ങനെ എല്ലാവരും പാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാം പോകുമ്പോൾ കുറച്ച് അറിയാണ്ട് മുട്ടിപ്പോകുന്നല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് പോകണ്ടേ അല്ലേ. നിസ്കാരം എല്ലാം ഓരോ മണിക്കൂറുള്ളതുകൊണ്ട് നമ്മൾ കയറുമ്പോൾ കുറേ ആൾ ഇറങ്ങുന്നു. അങ്ങനെ ഭയങ്കര ഫുൾ ടൈം അവിടെ അന്നെല്ലാം നന്നായിട്ട് നിസ്കാരം നടന്നുണ്ടാവും. ഉച്ചവരെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് അതിനപ്പുറം നല്ല സമൂസെല്ലാം കിട്ടുന്ന ആശു പറഞ്ഞു അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ നല്ല റഷ് ഫാത്തിനും കൊണ്ടൊന്നും ഒരു ഒരു അനങ്ങാനൊന്നും ചെയ്യുന്നില്ല. ലോർഡ് ഹെഡ്ലിയാണ് ഈ മോസ്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഇനീഷ്യേറ്റ് എടുത്തതും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ലോർഡ് ഹെഡ്ലിക്ക് എന്ത് കാര്യം എന്നല്ലേ. അയാളൊരു കൺവേർട്ടഡ് മുസ്ലിമാണ് കേട്ടോ. പേര് മാറ്റി ഷെയ്ഖ് റഹ്മത്തുള്ള അൽ ഫറൂഖ് എന്നാണ് അയാളുടെ പേര്. പിന്നെ അല്ലേ നമ്മൾ ലണ്ടൻ മോസ്ക് എന്നെല്ലാം അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ കാണുന്നത് ഒരു വൈറ്റ് കളർ മോസ്കാണ് വിത്ത് ഗോൾഡൻ മിനാർന്ന്. കറക്റ്റ് ഇതാ കണ്ട വ്യൂ. അത് കറക്റ്റ് എന്നല്ല, ജസ്റ്റ് ഇത് മാത്രമേ പഠിച്ചു പോയി. അതുകൊണ്ട് അതിനെ സ്കാൻ ചെയ്ത് സൂം ചെയ്ത് വീഡിയോ എടുത്താണ് കേട്ടോ. നിസ്കാരം കഴിച്ചിട്ട് നമ്മൾ അടുത്ത ടാർഗറ്റ് സമൂസ കണ്ട. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൺകുളിർമയേകുന്ന പല കൗതുക വസ്തുക്കളും ഇവിടെ കാണും. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എൻ്റെ ഫാത്തിമ കരഞ്ഞാൽ ഞാൻ വാങ്ങി കൊടുക്കില്ലായിരുന്നു. ഇവിടെ നിന്നും നമ്മളെ സമൂസ എമ്മി ഹോട്ട് സമൂസ ഇത്ര ഫേമസ് ആവാൻ മാത്രം ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ആ സമൂസക്ക്. ഞാൻ അത്യാവശ്യം നന്നായി സമൂസ കഴിച്ചിട്ടുണ്ടായി. ആശ് കൊണ്ട് തന്നപ്പോൾ കഴിച്ച്, ഷാൾ തന്നപ്പോൾ കഴിച്ച്. എല്ലാവരും വാങ്ങുമ്പോൾ എത്ര വാങ്ങി നമുക്ക് അറിയുന്നില്ല. കുറേ ആൾക്കാരിലുണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ എല്ലാവരും കയ്യിൽ നിന്ന് ഞാൻ 2 എടുത്ത് തിന്നിട്ട് ഫാത്തിയും തിന്നിന് കേട്ടോ. ഫാത്തി ഒന്ന് തിന്നിന്, രണ്ടാമത്തോളം ഹാഫ് ഞാൻ തിന്ന്. അപ്പോൾ ഇടയ്ക്ക് ഷെജിക്ക് എന്തോ രണ്ടാമത്തെ ഓളത്തും ഞാൻ തിന്നു. ഓളോട് എനിക്കിനിയും വേണേ തിന്നാലും. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച്. നിസ്കാരവും സമൂസയും മീറ്റിങ്ങും കഴിഞ്ഞ് പിന്നെ അടുത്തൊരു പാർക്ക് ഉണ്ട് പറഞ്ഞിട്ട് റീജൻസ് പാർക്ക്. അതെന്തായാലും സെൻട്രൽ മോസ്ക് വന്നാൽ എല്ലാവരും ഒരിതും പോകും. എല്ലാവരും പോയി കാണുന്നൊരു പാർക്കാണ്. അത്യാവശ്യം നല്ല പാർക്ക്. നമുക്കിപ്പോൾ ആദ്യം ഞങ്ങൾ പോയപ്പോൾ ചെയ്യൊന്നുമില്ല, ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു പാർക്കെന്ന്. പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് ശരിക്കും ഞാൻ ഒന്ന് ആയിപ്പോയത്. അത്രക്കും കാണാനുണ്ട്. നല്ല പച്ചപ്പ് മാത്രമല്ല, അതിനപ്പുറം നല്ല കുളവും അതിന് പൂൾ പിന്നെ ബോട്ടിങ് അങ്ങനെ അത്യാവശ്യം കാണാൻ നല്ല ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നല്ലൊരു വൈബാണ്. ഫാമിലിയായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ പിടിക്കാനെല്ലാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞു, ഇത് ശരിക്കും വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്ന ഇടയിൽ ഞാൻ മുച്ചും ഫോട്ടോ എടുക്കാൻ അങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ ഫാത്തിമയുടെ ഇടയിൽ വന്നിട്ട് അത് ഷെജി ഫാത്തിനെയും കൊണ്ട് പോയതാണ്. പിന്നെ മാസിനെയും ഫാത്തിനെയും കാണുന്നില്ല. അവരെ സെർച്ച് ആക്കി ഞാൻ വരുമ്പോൾ എനിക്ക് നല്ല വ്യൂ കിട്ടിയതാണ്. ശരിക്കും ഇങ്ങനെ പള്ളിയിലെല്ലാം നിസ്കരിക്കാൻ ഇങ്ങനെ പാർക്കെല്ലാം പോകുമ്പോഴാണ് ഇത്ര
അത്രയും വെറൈറ്റി ഓഫ് ഡ്രസ്സിങ് കാണുന്നു. നമ്മൾ പെരുന്നാൾക്ക് എല്ലാവരും ഇടും, അത് വേറത് അങ്ങനെ എന്നിട്ടല്ല. ഫാമിലി മൊത്തം പർപ്പിൾ, ഒരു ഫാമിലി മൊത്തം ലാവൻഡർ. പിന്നെ അതായത് നാട്ടുകാർ അതായത് അവരുടെ സ്റ്റൈൽ ഓഫ് ട്രഡീഷണൽ വെയർ പോലെ. പിന്നെ പള്ളിയിൽ അങ്ങനെ നമ്മൾ എന്ത് വിചാരിക്കും, ഈ ഇംഗ്ലീഷുകാർക്കെല്ലാം എന്ത് മുസ്ലിം ഉപ്പാന്നല്ലേ, പക്ഷേ ഇവരുണ്ട് നല്ല വെള്ളം മഞ്ചത്തികൾ നന്നായിട്ട് മക്കനയിലിട്ടിട്ട് വേറെ നെട്ടാ പല ഡിഫറെൻറ്റ് ടൈപ്പും സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും പാർക്കിലും കാണാൻ കഴിഞ്ഞ്. നിസ്കരിക്കുമ്പോൾ പിന്നെ നിസ്കാരത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഡ്രസ്സ് നോക്കാൻ പറ്റിയിട്ടില്ല. പാർക്കിൽ എല്ലാ പിള്ളേന്മാരാണ്, പക്ഷെ പിള്ളേരെല്ലാം ഒരു നല്ല കോമൺ അല്ല, അതിന് പാൻറ്റും കുപ്പായും അങ്ങനത്തെ ഇങ്ങനത്തെ ആയിരിക്കും. പല ടൈപ്പ് ഓഫ് ലേഡീസിൻ്റെ ഡ്രസ്സസ് എല്ലാം കാണാൻ പറ്റി. ഒരു നാട്ടിലത്തെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് എന്ന് തോന്നുന്നുണ്ട്. ചില ഡ്രസ്സിൽ നമ്മൾ പെരുന്നാൾക്ക് ഇങ്ങനെ ഇടുവപ്പാന്ന് വിചാരിച്ചു പോയി, ഇങ്ങനത്തെ കുപ്പായം ഇടുമെന്ന് നോക്കും. അവരവരുടെ നാടിനെ റെപ്രസെൻറ്റേറ്റ് ഇടുന്ന ഒരു ഡ്രസ്സിങ് ആയിരിക്കും നമുക്ക് സൽവാർ എന്നെല്ലാം പറയുന്ന പോലെ അല്ലേ. പിന്നെ ഇത് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ, അവിടെ ആരോ ആക്കുമ്പോൾ ഞാനൊന്ന് ഒപ്പിയെടുത്തതാണ്. ശരിക്കും ഇവിടെ നമ്മുടെ അടുത്ത ഡ്രസ്സിങ്ങിൽ കാണുമ്പില്ലേ, നമുക്ക് അങ്ങനെ അവരെ നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. കാരണം കുന്മാലാവപ്പാ ഇവിടെ മൊത്തം അങ്ങനല്ലേ, നമ്മളെ കൺസേൺ ഇല്ലാണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളവരുടെ കൺസേൺ ചോദിക്കണം. ചിലത് ഇങ്ങനെ ഭാഗ്യം പോലെ കിട്ടും. ഇതാ കണ്ട, ജസ്റ്റ് ക്യാമറ കാണുമ്പോൾ അയാൾ എനിക്കിങ്ങനെ ഒന്ന് പോസ് ചെയ്ത് തന്നു. അതാണ് എല്ലാവരും ബാക്കിൽ കൂടി അങ്ങനെ ചോദിക്കാൻ, ഒരാളിങ്ങനെ ലക്കിലി ഇങ്ങനെ തരും. പിന്നെ ഞാൻ അവസാനം ഞാൻ ഷിജിനെയും ഫാത്തിനെയും തപ്പി നടന്ന് കണ്ടെത്തിയിട്ടാ. അവർക്കറിയില്ല ഞാൻ അവരെ ഹണ്ട് ചെയ്ത് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഫാത്തി അറിയാണ്ട് നല്ല രസമുണ്ടായി. ഫാത്തി ഷിജിയും ഭയങ്കര എക്സ്പ്ലോറിങ് ആയിരുന്നു. എന്നിട്ട് എന്നിട്ടിതാ അപ്പുറം സൈഡ് ഞാൻ നേരത്തെ കാണിച്ചിട്ട് ആടുന്ന് ബോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് സൈഡേക്ക് എത്തും. അവരറിയാണ്ട് ഞാൻ അവരെ പിന്തുടർന്നില്ല, സെർച്ച് ചെയ്ത് എത്തി. Who is here now? വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് പാർക്കുന്ന സ്ഥലം വിട്ടിട്ട് നമ്മൾ തിരിച്ചതാ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തി തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇപ്പം എല്ലാവരും ഉണ്ട്. പൊതുവേ പാത്തുമ്മക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഷെജി കൂടി പ്രഗ്നൻ്റ് ആയതിനു ശേഷം പറയേ വേണ്ട, ഓടത്തിന് ഇടതുപോലും തിരിയാനും അറിയാനും പറ്റാണ്ട് ഇങ്ങനെ ഓളെ ബാക്കിൽ നടക്കും. അതേപോലെ ഇപ്പം ഈ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഒന്നും പറയണ്ട. കുഞ്ഞ് അങ്ങോട്ട് മുഖം തിരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഫാത്തിനെ ലുക്കാക്കുന്നുണ്ട് പറയും. അങ്ങനെ അത് നമുക്കൊരു സമാധാനമില്ല. നല്ല വൈബിൽ പിള്ളമാരെല്ലാം അടികൂടാണ്ട് ഒന്നിച്ച് പോകുന്ന കാണുമ്പോൾ ഈ കുഞ്ഞിനെ അടികൂടാൻ മാത്രം ആയിട്ടില്ല. ഇവിടെ രണ്ടെണ്ണം ഇരിക്കാൻ നോക്കണ്ട, ഇവരടിയും കളികളും കഴിഞ്ഞിട്ടുള്ള ഇരുത്താണ്. കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയാണ് ആ കാണുന്നത്. എന്നാലും ഒന്നിച്ചുണ്ടാവും, രണ്ടും കളിക്കും. അവരുടെ ലോകത്ത് അടികൂടും, വീണ്ടും കൈയും പിടിച്ച് നേരാവും. ആദ്യം അടികൂടി എന്നിട്ട് ഫാത്തിനെ സോപ്പിട്ട് ചാച്ചിൻ്റെ മടിയിൽ ഇരുന്നിട്ട് ഇവിടെ വല്ല കൊയ്യാനെ സോപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇണക്കങ്ങളാക്കട്ടെ. നമുക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചും കൂടെ പെരുന്നാളിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, അതുകൂടി കാണാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.